പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്റൻസ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കാണും. കപ്പാസിറ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് ഇറ്റ്സ് എബിലിറ്റി ടു സ്റ്റോർ electric charge, and a capacitor or condenser is a device used to store electric charge. There are many devices in which capacitors are used. Household devices like electric fan, electric motor, etc., in which capacitors are used. ഇലക്ട്രിക് സർക്യൂട്ടിൽ കപ്പാസിറ്റർ യൂസ് ചെയ്യുമ്പോൾ ഓരോ സർക്യൂട്ടിനും ഓരോ ഡിവൈസിന് ആവശ്യമുള്ള കപ്പാസിറ്റൻസ് വാല്യുള്ള കപ്പാസിറ്റർ ഡിസൈൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻഡസ്ട്രിയലി വേസ്റ്റ്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ഒരുപാട് കപ്പാസിറ്റർ വാല്യൂ ഉണ്ടാക്കി അത് ഡിഫറെൻറ്റ് രീതിയിൽ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമുക്ക് ആവശ്യമുള്ള കപ്പാസിറ്റൻസ് വാല്യൂ ഉണ്ടാക്കുന്ന കപ്പാസിറ്റർ ഡിസൈൻ ചെയ്യുന്നത്. സോ കപ്പാസിറ്റേഴ്സ് ഏതൊക്കെ രീതിയിൽ കമ്പൈൻ ചെയ്യാം, കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, രണ്ട് രീതിയിൽ കപ്പാസിറ്റേഴ്സ് കമ്പൈൻ ചെയ്യാം. അതിൽ ഒന്ന് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ്, കപ്പാസിറ്റേഴ്സിൻ്റെ സീരീസ് കോമ്പിനേഷൻ. 3 കപ്പാസിറ്റർ, ഫോർ എക്സാമ്പിൾ C1, C2 ആൻഡ് C3. 3 capacitors are connected in series to a battery of potential difference V volt. V volt potential difference ഉള്ള ഒരു ബാറ്ററിയുമായി സെല്ലുമായി 3 കപ്പാസിറ്റർ കണക്ഷൻ കൊടുത്തിരിക്കുന്നു. C1, C2 and C3 ആർ ദ കപ്പാസിറ്റൻസ് വാല്യൂ. സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ 1:1, ഒന്നിലേക്ക് C1 എന്ന കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ് C2 എന്ന കപ്പാസിറ്ററിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. C2 എന്ന കപ്പാസിറ്ററിൻ്റെ രണ്ടാമത്തെ പ്ലേറ്റ് C3 എന്ന കപ്പാസിറ്ററിൻ്റെ ഒന്നാമത്തെ പ്ലേറ്റിലേക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നു. ഒരു ട്രെയിനിൻ്റെ ബോഗീസ് എങ്ങനെയാണ് കണക്ഷൻ കൊടുത്തിരിക്കുന്നത് അതേപോലെയാണ് സീരീസ് കോമ്പിനേഷൻ. സോ സീരീസ് കോമ്പിനേഷൻ 3 കപ്പാസിറ്റേഴ്സ് നമ്മൾ കണക്ഷൻ ചെയ്തിരിക്കുന്നു ഒരു ബാറ്ററിയുമായി ത്രൂ എ കീ. ഈ 3 കപ്പാസിറ്റൻസിൻ്റെയും റിസൾട്ടൻറ്റ് കപ്പാസിറ്റൻസ് വാല്യൂ എന്ത് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ റിസൾട്ട് കപ്പാസിറ്റൻസ് C ആവട്ടെ, ആ സീൻ്റെ വാല്യൂ, റിസൾട്ടൻറ്റ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C ഷുഡ് ബി ഡിറ്റർമിൻഡ്. When capacitors are connected in series combination capacitors കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം. സർക്യൂട്ട് ഓൺ ആക്കുന്ന സമയത്ത് Q എന്ന ചാർജ് ഫ്ലോ ചെയ്യുന്നു സെല്ലിൽ നിന്ന്, ബാറ്ററിയിൽ നിന്ന്. C1 എന്ന കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റ് പോസിറ്റീവ്ലി ഇൻഡ്യൂസ്ഡ്, പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പ്ലേറ്റ് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് വിച്ച് C2 എന്ന പ്ലേറ്റിൻ്റെ C2 എന്ന കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റ് പോസിറ്റീവ്ലി ഇൻഡ്യൂസ്ഡ്, പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. സെക്കൻഡ് പ്ലേറ്റ് നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് വിച്ച് C3 എന്ന കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റ് പോസിറ്റീവ് ഇൻഡ്യൂസ് ചെയ്യുന്നു, നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു സെക്കൻഡ് പ്ലേറ്റ്. മൂന്നിലും ചാർജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ഡിഫറൻറ്റ്. C1, C2, C3 എന്ന 3 കപ്പാസിറ്റർ കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്, വോൾട്ടേജ് ഡിഫറൻ്റ് ആയിരിക്കും. സോ വെൻ കപ്പാസിറ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ്, ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ വിൽ ബി സെയിം, Q, and potential difference will be different. V1, V2 and V3 are the respective potential difference across C1, C2 and C3. So total potential difference V is equal to, total potential difference V is equal to V1 plus V2 plus V3. If C is the resultant, നമ്മൾ നേരത്തെ പറഞ്ഞു C is the resultant effective capacitance, C is equal to Q by V. ഞാൻ ഒരു ഈക്വലൻറ്റ് സർക്യൂട്ട് കാണിച്ചിരിക്കുന്നു, ഈക്വലൻറ്റ് സർക്യൂട്ട്. ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, ടോട്ടൽ ചാർജ് Q, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C എന്ന വാല്യൂ. സോ C is equal to Q by V, അതുകൊണ്ട് V is equal to Q by C. V Q by C ആണെങ്കിൽ V1 is equal to Q by C1, V2 Q by C2, V3 Q by C3. ഈ വാല്യൂ മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ V is equal to V1 plus V2 plus V3 എന്ന മുകളിലത്തെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ Q by C is equal to Q by C1
plus Q by C2 plus Q by C3. So Q by C is equal to Q into 1 by C1 plus 1 by C2 plus 1 by C3. Q cancelled. 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. C resultant capacitance, and so resultant capacitance in the reciprocal are 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. ഞാൻ കാര്യം മനസ്സിലാൻ വേണ്ടി ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. രണ്ട് കപ്പാസിറ്റർ C1 C2 ആണെന്ന് വിചാരിക്കാം. C1 C2 എന്ന രണ്ട് കപ്പാസിറ്റർ സീരീസായി കണക്ഷൻ കൊടുക്കുകയാണെങ്കിൽ റിസൾട്ടന്റ് കപ്പാസിറ്റർ റെസിപ്രോക്കൽ 1 by C is equal to 1 by C1 plus 1 by C2 is equal to C1 plus C2 divided by C1 C2. അതുകൊണ്ട് C is equal to റിസൾട്ടന്റ് കപ്പാസിറ്റർ C is equal to C1 C2 by C1 plus C2. രണ്ട് കപ്പാസിറ്റർ C1 is equal to 2 microfarad, C2 3 microfarad. രണ്ടും സീരീസ് കണക്ഷൻ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. ആണെങ്കിൽ റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് C is equal to C1 C2 by C1 plus C2. So 2 into 3 divided by 2 plus 3. 6 divided by 5, 1.2 microfarad. 2, 3 microfarad capacitance value രണ്ട് കപ്പാസിറ്റർ സീരീസായി കണക്ഷൻ കൊടുത്തപ്പോൾ കിട്ടിയ റിസൾട്ടൻ്റ് വാല്യൂ 1.2 microfarad, which is less than the lowest value. അതിൽ 2 എന്ന മൈക്രോഫാരഡിനേക്കാളും ചെറുതാണ് ഈ 1.2 microfarad. So when capacitors are connected in series, the resultant capacitance will be less than the lowest value of the individual capacitors, and hence series combination of capacitors is to reduce the capacitance value. Capacitors series connection കൊടുക്കുകയാണെങ്കിൽ റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും. അതുകൊണ്ട് കപ്പാസിറ്റൻസ് വാല്യൂ കുറക്കാനുള്ള സംവിധാനമാകുന്നു സീരീസ് കോമ്പിനേഷൻ. I repeat, 3 capacitors C1, C2 and C3 are connected in series to a cell of potential difference V volt. When capacitors are connected in series, charge on each capacitor will be same but potential difference will be different. Let V1, V2 and V3 be the respective PD potential difference across C1, C2 and C3. Total potential difference V is equal to V1 plus V2 plus V3. If C is the resultant capacitance, C is equal to Q by V. So V is equal to Q by C. Hence V1 is equal to Q by C1, V2 Q by C2, V3 Q by C3. Putting these in the above equation, Q by C is equal to Q by C1 plus Q by C2 plus Q by C3. Q by C is equal to Q into 1 by C1 plus 1 by C2 plus 1 by C3. Q cancel ചെയ്യുകയാണെങ്കിൽ 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. When a number of capacitors are connected in series, the resultant capacitance will be less than the lowest value of the individual capacitors, and hence series combination of capacitors is to reduce the capacitance value. That's all. Thank you.